ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത 200ഓളം ബാറുകളുടെ ലൈസൻസ് നീട്ടി നൽകിയതിൽ വൻ അഴിമതിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. BJP ജയിക്കാൻ പാടില്ലെന്ന ഡീലിന്റെ അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യമാണ് കേരളത്തിലുള്ളതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് നേതാവ് പിണറായിയാണോ VD സതീശനാണോ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും MT രമേശ്. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്ത് ഡീൽ നടത്തുന്നതിന്റെ ഹോൾസെയിൽ ഡീലറാണ് VD സതീശനെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും A വിജയരാഘവൻ. മുടിക്കോട് രേഖകളില്ലാത്ത 62.50 ലക്ഷം രൂപയുമായി യുവാവ് പിടിയിലായി. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് ബസ് യാത്രികൻ പിടിയിലായത്. പുന്നൂർക്കുളം മണ്ടത്തോടിൽ 67 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന് രാജകീയ പ്രൗഢിയോടെ തുടക്കമായി. ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ച് തേവർ പടിഞ്ഞാറേ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ബാറുകളുടെ ലൈസൻസ് നീട്ടി നൽകിയതിൽ ഇരട്ട അഴിമതിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത 200ഓളം ബാറുകൾക്കാണ് സർക്കാർ ലൈസൻസ് പുതുക്കി നൽകിയത്. തൃശൂർ DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. 200 ബാറുകൾക്കും ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് സംഭവിച്ച ദിവസം ഏതാണ്? ഇരട്ട അഴിമതിയാണ്. ബാറുകളുടെ സമയപരിധി നീട്ടിക്കൊടുത്ത അതേ ഉത്തരവിറക്കിയ അതേ ദിവസം തന്നെയാണ് ഈ ഉത്തരവ് നടത്തിയിരിക്കുന്നത്. കേരളത്തെ മദ്യവർജനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വന്ന അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എത്ര ബാർ അനുവദിച്ചിരിക്കുന്നു മൊത്തം? ഇതുപോലെ ബാറുകൾ അനുവദിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് നമുക്കറിയാം. സ്പ്രിംഗർ, സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇത് കഴിഞ്ഞിപ്പോ ഏറ്റവും പുതിയ അക്ഷയപാത്രമായിട്ട് സർക്കാരും CPM കണ്ടിരിക്കുന്നത് ബാറുകളുടെ ഈ ലൈസൻസ് നീട്ടിക്കൊടുക്കലാണ്. ഇത് കൊടിയ അഴിമതിയാണ്. തെരഞ്ഞെടുപ്പിൽ കോടികൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൻ അഴിമതിയാണ് ഈ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സത്യത്തില് കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും കടുത്ത വഞ്ചനയാണ് ഇത് എന്നുള്ള കാര്യം സംശയമാണ്. ബാറുകളുടെ സമയപരിധി നീട്ടി ഉത്തരവിറക്കിയ അതേ ദിവസമാണ് 200ഓളം ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയിരിക്കുന്നത്. ഇതിലൂടെ കോടികളുടെ അഴിമതിയാണ് CPM നടത്തിയിരിക്കുന്നത്. കാർഷിക പെൻഷൻ വെട്ടിച്ചുരുക്കിയ ധനവകുപ്പിന്റെ നടപടി കൃഷിക്കാരോടുള്ള ക്രൂരതയാണ്. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിക്കാരുടെ പെൻഷൻ വെട്ടിച്ചുരുക്കിയതെന്ന് ധനവകുപ്പും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കണം. അതിരൂക്ഷമായ വിലക്കയറ്റത്തിനൊപ്പം പാചകവാതക ക്ഷാമം കൂടി ആയതോടെ പ്രശ്നം അതീവ ഗുരുതരമായിരിക്കുകയാണ്. എന്നിട്ടും പരിഹാര നടപടികൾ സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട സീൽ വിവാദത്തിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നത് വിചിത്ര ന്യായമാണെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരം മറച്ചുവെച്ചത് ചട്ടലംഘനമാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന K സുധാകരന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറയുന്ന പാർട്ടിയല്ലെന്നും 100-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. TCV തൃശൂർ. കേരളത്തിൽ നിലവിലുള്ളത് കോമാലി സഖ്യമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. BJP ജയിക്കാൻ പാടില്ലെന്ന ഡീലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യമെന്നും MT രമേശ് പറഞ്ഞു. BJP ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MT രമേശ്. കേരളത്തിൽ ഇന്ത്യ മുന്നണി നിലവിലുണ്ടോ എന്നും അതിന്റെ നേതാവ് പിണറായിയാണോ VD സതീശനാണോ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും രമേശ് ആവശ്യപ്പെട്ടു.
കേരളത്തിൽ BJPക്ക് സ്വാധീനമുള്ള നിയോജകമണ്ഡലങ്ങളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ട് മറിക്കുകയാണ്. ഒരു കാരണവശാലും BJP ജയിക്കരുതെന്ന ഡീലാണ് ഇതിന് പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഈ അവിശുദ്ധ ബാന്ധവത്തെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം. പിണറായി വിജയനാണോ VD സതീശനാണോ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവെന്ന് വിശദീകരിക്കാനുള്ള വ്യക്തമാക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. പരസ്പരം മത്സരിക്കുന്ന പ്രതീതി ഉണ്ടാക്കി BJP വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്ത് വോട്ട് പറിക്കുന്ന അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയത്തിനാണ് CPM-ഉം കോൺഗ്രസും തയ്യാറായിട്ടുള്ളത്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും തമ്മിൽ ഒരു ഡീലുണ്ട്. ഡീല് പിണറായി വിജയനും VD സതീശനും തമ്മിലാണ്. അത് BJP ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടമായി ഞായറാഴ്ച പ്രധാനമന്ത്രി കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2-ന് പാലക്കാട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും 4 മണിക്ക് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടത്തുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉൾപ്പെടെ 1,00,000-ഓളം പേർ സ്വരാജ് റൗണ്ടിൽ പ്രധാനമന്ത്രി നയിക്കുന്ന റോഡ് ഷോയിൽ ഭാഗഭാക്കാകുമെന്നും MT രമേശ് പറഞ്ഞു. TCV തൃശൂർ. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്ത് ഡീൽ നടത്തുന്നതിന്റെ ഹോൾസെയിൽ ഡീലറാണ് VD സതീശൻ എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ട് എന്നുള്ള വാദമാണ്. ഡീൽ എന്ന് പറയുമ്പോൾ ഒരു കച്ചവടമാണത്. കേരളത്തില് വർഗീയ ശക്തികളുമായി ബന്ധപ്പെടുത്തിയ വോട്ട് കച്ചവട രാഷ്ട്രീയം എന്നും പ്രവർത്തിക്കാക്കിയിട്ടുള്ളത് UDF ആണ്. അവര് അതില് ചില്ലറ കച്ചവടക്കാരല്ല. VD സതീശൻ ഈ ഡീലിന്റെ ഹോൾസെയിൽ ഡീലറാണ്. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്ത് വോട്ട് കച്ചവടം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഹോൾസെയിൽ ഡീലർ സതീശനും കോൺഗ്രസുമാണ്. അതിന്റെ ഗുണഭോക്താക്കളും അവർ തന്നെയാണ്. വർഗീയതയ്ക്കെതിരായിട്ട് വാചകം കൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന സതീശൻ ആരൊക്കെയാണ് കേരളത്തിലെ വർഗീയ രാഷ്ട്രീയ കക്ഷികൾ, വർഗീയ ചേരിയിലെ സംഘടനകൾ എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആദ്യം അദ്ദേഹം ചെയ്യേണ്ടതാ ആ വർഗീയ ശക്തികൾ ആരൊക്കെയാണ് കേരളത്തിൽ. ഞങ്ങളെല്ലാം വളരെ വ്യക്തതയുള്ള നിലപാടുള്ളവരാണ്. ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, തീവ്ര ഹിന്ദുത്വം ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന വർഗീയത എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട വർഗീയതയാണ്. എന്നാൽ ന്യൂനപക്ഷ വർഗീയതയും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്ന തരത്തിൽ അതിലെ തീവ്ര മതമൗലികതാവാദികളായ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂടി സഖ്യമുണ്ടാക്കിയിട്ടാണ് നമ്മുടെ സതീശന്റെ പാർട്ടി പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇടതുപക്ഷം മുൻകൈയെടുത്തുണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ സൂത്രത്തിൽ തട്ടിയെടുക്കാനുള്ള UDF തന്ത്രം പൂർണ്ണമായി പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് UDF വലിയ നുണകളാണ് പടച്ചുവിടുന്നത്. തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ടെന്ന പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടും വിധം ജമാഅത്തെയുമായി സഖ്യമുണ്ടാക്കിയാണ് സതീശൻ ഡീൽ നടത്തുന്നത്. ഡീലിന്റെ എക്സ്പെർട്ടാണ് സതീശൻ. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിച്ച് അപകീർത്തിപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഏറ്റവും ഹീനമായ പ്രവൃത്തി പ്രതിപക്ഷം നടത്തുന്നത്. ഒരു കൈ കോൺഗ്രസിന്റെയും ഒരു കൈ BJPയുടെയും തോളിലിട്ട് നടക്കുന്ന G. സുധാകരന്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. അഴീക്കോടൻ മന്ദിരത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും പങ്കെടുത്തു. TCV തൃശൂർ. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുടിക്കോട് നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത 62.50 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ എക്സൈസ് ആൻഡ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കുള്ള സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന കർണാടക സ്വദേശി ഉദയശങ്കറിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, ഇൻസ്പെക്ടർ N. സുദർശനകുമാർ, എക്സൈസ് IB ഇൻസ്പെക്ടർ N. സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി പണം പിടികൂടിയത്. പുന്നിയൂർക്കുളം മണ്ടത്തോടിൽ വൻ കഞ്ചാവ് വേട്ട, 3 പേർ പിടിയിൽ. പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തിയ 67 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പിക്കപ്പ് വാൻ ഡ്രൈവർ കോട്ടയം മങ്കിലേത്ത് വീട്ടിൽ ലിൻഡോ ജോസഫ്,
വാഹന ഉടമ പൊങ്ങണക്കാട് സ്വദേശി തീയത്തുപറമ്പിൽ അനീഷ്, ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വാഹനത്തിൽ കൊടുത്തുവിട്ട കോട്ടയം സ്വദേശി കൊല്ലംപറമ്പിൽ തോമസ് കുര്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും വടക്കേക്കാട് പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. നേരത്തെ പിടിയിലായ ലിൻഡോ ജോസഫിൽ നിന്നുമാണ് മറ്റ് 2 പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 1 കോടിയോളം രൂപ വില വരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൃശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മൊത്ത വിതരണത്തിനായാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് പിടികൂടിയത്. വാളും പരിചയമേന്തിയ പടയാളികളുടെയും പരിവാരങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും തീവെട്ടിയുടെയും അകമ്പടിയോടെ തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു. മകീരം പുറപ്പാടിന് ശേഷം സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്കെഴുന്നള്ളിയ തേവർക്ക് ഇനി ഗ്രാമപ്രദക്ഷിണമാണ്. ആറാട്ടുപുഴ പൂരം വരെ നീളുന്ന ഗ്രാമപ്രദക്ഷിണത്തിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനും അനുഗ്രഹിക്കാനുമാണ് യാത്ര. രാജകീയ പ്രൗഢിയിലാണ് തേവരുടെ എഴുന്നള്ളത്ത്. തേവർ വരുന്ന വഴിയെല്ലാം ചെത്തിമിനുക്കി പന്തലിട്ട്, കുരുത്തോലയിട്ട് ചാണകം മെഴുകിയ തറയിൽ അരിപ്പൊടി ചാലിച്ച് കോലമിട്ട്, വാഴയിലയിൽ നിറപറയും നിലവിളക്കും വെച്ച് തേവരെ സ്വീകരിക്കാൻ ഭക്തർ കാത്തുനിൽക്കും. ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ച് തേവർ പടിഞ്ഞാറേ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. പഞ്ചാരി മേളത്തിനു ശേഷം ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തി. വൈകിട്ട് തേവർ കാട്ടൂർ പൂരത്തിന് പുറപ്പെടും. വൈകിട്ടത്തെ നിയമവെടി എടത്തിരുത്തി പാടത്തായിരിക്കും മുഴക്കുക. തുടർന്ന് തിരിച്ചെത്തുന്ന തേവർ രാവിലെ ബ്ലാഹയിൽ കുളത്തിൽ ആറാടും. വൈകിട്ട് നിയമവെടിക്ക് ശേഷം കുറുക്കൻ കുളത്തിൽ ആറാട്ടും നടക്കും. തൃപ്രയാർ ശ്രീരാമ ഭക്തസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആറാട്ട് കഞ്ഞി വിതരണം നടത്തി. നാട്ടിക പഞ്ചായത്ത് മെമ്പർ അംബിക കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമ ഭക്തസേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, സമിതി സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, വൈസ് പ്രസിഡന്റ് സുധീർ ആലക്കൽ, രക്ഷാധികാരി ജഗദീഷ് കോയമ്പത്തൂർ, സക്കീർ ഹുസൈൻ, ശ്രീരാമക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിലാൽ, സെക്രട്ടറി സുനിൽ വെന്നിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാധാരണക്കാരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകി കുന്നംകുളത്തിന്റെ സമഗ്ര മുന്നേറ്റമാണ് NDA ലക്ഷ്യമിടുന്നതെന്ന് സ്ഥാനാർത്ഥി KR റജിൽ. കുന്നംകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിൽ NDA അധികാരത്തിൽ വന്നാൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കായിക മേഖലയുടെ പുരോഗതിക്കും പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ചു. NDA ചാലക്കുടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ചാർലി പോൾ കൊടകരയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, സെക്രട്ടറി സുജിത്, പ്രദീപ് വാഴക്കാലി, OB ബിബിൻ, വിപിൻ വർഗീസ്, PS രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NDA കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും BJP തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ നിർവഹിച്ചു. നാട്ടിക UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ വിജയത്തിനായി താന്യം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അനിൽ പുളിക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, CMP ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ്, DCC ജനറൽ സെക്രട്ടറി NS അയൂബ്, CMP സംസ്ഥാന സെക്രട്ടറി വികാസ് ചക്രപാണി തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്.
UDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കാളമുറിയിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമനിക് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി പോളിംഗ് സ്റ്റേഷനുകളിൽ മോക്ക് പോളിംഗ് നടത്തി. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ ഇലക്ഷന്റെ മുന്നോടിയായി ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് നടത്തുന്നത്. വെങ്കിടങ്ങ് വില്ലേജിലെ പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 130, 131, 132, 133 ബൂത്തുകളിൽ നടന്ന മോക്ക് പോളിംഗ് BLOമാരായ PM മൊഹസിൻ, BV ഷുഹൈബ് തങ്ങൾ, അസ്മ ഇബ്രാഹിം, KK പ്രേമാവതി എന്നിവർ നേതൃത്വം നൽകി. അടുത്ത ദിവസം മുതൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയും ഡിസബിലിറ്റി വോട്ടർമാരുടെയും ഹോം വോട്ടിംഗ് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കുന്നംകുളം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ അപരന്റെ പത്രിക തള്ളി. എടപ്പാൾ സ്വദേശിയായ KP മൊയ്തീൻ സമർപ്പിച്ച പത്രികയാണ് അപാകതകൾ മൂലം വരണാധികാരി നിരസിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ KP മൊയ്തീന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമായ ക്രമക്കേടുകളും അപാകതകളും ഉണ്ടെന്ന് ഇടതുമുന്നണി പ്രവർത്തകർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്കൊടുവിലാണ് പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് പത്രിക തള്ളാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതോടെ കുന്നംകുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. പ്രധാന 3 മുന്നണി സ്ഥാനാർത്ഥികളും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 4 പേരാണ് മത്സരരംഗത്തുള്ളത്. നൂറ്റാണ്ട് കടന്ന ജീവിതാനുഭവങ്ങൾക്കിടയിലും ജനാധിപത്യത്തോടുള്ള വിശ്വാസവും ഉത്തരവാദിത്ത ബോധവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുകയാണ് പുത്തൂർ ചോച്ചേരിക്കുന്ന് സ്വദേശിനി ജാനകി. കാലത്തിന്റെ നീണ്ട വഴികളിലൂടെ ഒരു നൂറ്റാണ്ടിലേറെ യാത്ര ചെയ്ത ജീവിതം, അനുഭവങ്ങളുടെ നിറവ് നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും ജനാധിപത്യത്തോടുള്ള കടമയിൽ ഒരു ക്ഷീണവുമില്ല ജില്ലയിലെ ഏറ്റവും പ്രായമേറിയ സമ്മതിദായകരിൽ ഒരാളായ പുത്തൂർ ചോച്ചേരിക്കുന്ന് 12ാം വാർഡിലെ വട്ടക്കുളം വീട്ടിൽ ജാനകിക്ക് വോട്ട് ചെയ്യണ്ടേ? എനിക്ക് വോട്ട് ചെയ്യണം. അമ്മയ്ക്ക് ഏതെങ്കിലും വട്ടം വോട്ട് മുടങ്ങിയിട്ടുണ്ടോ? വോട്ട് മുടങ്ങിയിട്ടില്ല. പണ്ടത്തെ അമ്മൂമ്മയുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ഉമ്മനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊതിലത്രയില്ല, ചെറുപ്പണ്, സമർദ്ദത്തിന് പോകുമ്പ അപ്പുജാണല്ലോ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന്റെ മഷിയടയാളം വിരലിൽ നിന്ന് മാഞ്ഞെങ്കിലും 111 വയസ്സുള്ള ജാനകിയുടെ മനസ്സിൽ മുൻകാല തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ ഇന്നും മായാതെയുണ്ട്. കേൾവിയിൽ ചെറിയ കുറവുണ്ടെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വീട്ടിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ 2025 ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ഒഴിവാക്കിയെങ്കിലും ജാനകി പിന്മാറിയില്ല. പ്രായവും ശാരീരിക ബുദ്ധിമുട്ടുകളും മറന്ന് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്തു. 8 വയസ്സായ റോബങ്ങാത്ത കുട്ടി പെട്ടെന്ന് വിറ്റത്തിറക്കിയപ്പോ ഓടിച്ചെല്ലുന്നു, തടുക്കുന്നു, പേടിയറിയാത്തൊരാട്ടും കുട്ടി. നിരവധി തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷിയായ ജാനകിയമ്മ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ ഒരുങ്ങുകയാണ്. ക്യാമറമാൻ സിബി പോട്ടോനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വടക്കാഞ്ചേരി പൂര കമ്മിറ്റി ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി സഞ്ജയ് ദത്ത്, നേതാക്കളായ അനിലക്കര, രാജേന്ദ്രൻ അരങ്ങത്ത്, CV കുര്യാക്കോസ്, K അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KG സുവർണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KA ഹാറൂൺ റഷീദ്, സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ CJ പോൾസൺ, CC ബാബുരാജ്, സുധാകരൻ മണപ്പാട്ട്, ഷീല വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു.
അല്ലേ? അതിന്റെ ടിക്കറ്റ് അടിമകുഞ്ഞ് എന്തിനെയാണ് മറ്റുള്ളവരുടെ സ്വന്തം എന്തിനാണ് എന്ന് പറഞ്ഞെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എട്ടുകാലി മങ്കുഞ്ഞുമാരായിട്ട് തന്നെയാണ് ഈ സർക്കാരിന്റെ പ്രതിനിധികൾ നമ്മളോട് കാണിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികളെയെല്ലാം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പുതിയ പേരിൽ പ്രാവർത്തികമാക്കുന്ന രീതി എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ ജനവാസ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാടശേഖര കമ്മിറ്റികളുടെ കർഷക കൂട്ടായ്മകൾ രംഗത്ത്. തൃക്കൂർ, അളഗപ്പനഗർ, വരന്തരപ്പള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷം. വനമേഖലയിൽ നിന്നെത്തുന്ന കാട്ടുപന്നികൾ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും കുറ്റിക്കാടുകളിലുമായി പെറ്റുപെരുകുകയാണ്. ശക്തമായ ചൂട് മൂലം രാത്രിയാകുമ്പോൾ ഇവ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നത് വലിയ ഭീഷണിയാണ്. ഇതുമൂലം വലിയ നഷ്ടമാണ് കർഷകർക്കും ഉണ്ടാകുന്നത്. ഉയർന്ന കൂലിയും രാസവളത്തിന്റെ വിലവർധനവും മൂലം കഷ്ടതയനുഭവിക്കുന്ന കർഷകർക്ക് ഇരട്ടി നഷ്ടമാണ് കാട്ടുപന്നി ശല്യം മൂലമുണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുൻപ് തന്നെ മുഴുവൻ തോക്കുകളും സറണ്ടർ ചെയ്യേണ്ടി വന്നത് കർഷകർക്ക് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ 2 മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നത് വൻ നഷ്ടത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. അടിയന്തരമായി അംഗീകൃത ഷൂട്ടർമാരുടെ സറണ്ടർ ചെയ്ത തോക്കുകൾ തിരിച്ചു നൽകുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനും ജില്ലാ ഭരണകൂടം അനുമതി നൽകണമെന്നാണ് കർഷക കൂട്ടായ്മകളുടെ ആവശ്യം. ദിനം പ്രതി ഒരു 10-20 വാഴ വെച്ച് ഡെയിലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 2-3 മാസം പ്രായമായ വാഴകളാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൃഷിക്കാര് ഈ തോക്കുകൾ വീണ്ടും അനുവദിച്ച് അധികാരപ്പെടുത്തിയുള്ള ഷൂട്ടർമാരെ നിയമാനുസൃതമായി കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥന നടത്തുകയാണ്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനാൽ ഇതുവരെ അംഗീകൃത ഷൂട്ടർമാർക്ക് കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ശുപാർശ അടിയന്തരമായി പരിഗണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മണലൂർ കോഴിപ്പറമ്പിൽ വീട്ടിൽ അഭിഷേകിനാണ് പരിക്കേറ്റത്. പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിനിടെ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഷൈജു കടലുണ്ടി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സിനിമയുടെ സംവിധായകൻ സജിൻ ബാബുവിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ഭരണി ആഘോഷ നാളുകളിൽ ക്ഷേത്രത്തിലും പരിസരത്തുമായാണ് സിനിമാ ചിത്രീകരണം നടന്നത്. ക്ഷേത്രത്തിലെത്തിയ കോമരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി വീഴ്ത്തുന്ന സിനിമാരംഗം യഥാർത്ഥ സംഭവമെന്ന പേരിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ജീവനക്കാരിയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. ഉടമയുടെ പരിചയക്കാരനെന്ന് പരിചയപ്പെടുത്തിയാണ് പിൽസ്നൌ എന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 3500 രൂപ തട്ടിയെടുത്തത്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ ജീവനക്കാരി മാത്രമുള്ളപ്പോഴായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡിൽ പെട്രോൾ പമ്പിന് പുറകിലായുള്ള പിൽസ്നൌ മെഡിക്കൽ ഷോപ്പിലാണ് തട്ടിപ്പ് നടന്നത്. 17,000 രൂപ ഉടമസ്ഥൻ തരാൻ പറഞ്ഞതായി ആവശ്യപ്പെടുകയും അത്രയും പണം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 3500 രൂപ നൽകുകയുമായിരുന്നു. ബാക്കി വാങ്ങുവാൻ പിന്നീട് ഒരു സ്ത്രീ വരുമെന്ന് പറഞ്ഞ് ഇയാൾ പണം വാങ്ങി പോവുകയായിരുന്നു. പിന്നീട് ഉടമസ്ഥനെ വിളിച്ച് ജീവനക്കാരി കാര്യം പറഞ്ഞപ്പോഴാണ് തട്ടിപ്പ് നടന്ന കാര്യം മനസ്സിലായത്. CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്തുണ പ്രഖ്യാപിച്ച് SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ ആഹ്ലാദ പ്രകടനം നടത്തി. പൊതുസമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ PK പ്രസന്നൻ, യോഗം കൌൺസിലർ ബേബി റാം, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവൻ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, ക്ഷേത്രത്തിന്റെ ഊരാളൻ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം.
കൊടിക്കയിൽ കൊടിക്കൂറ അലങ്കരിച്ച ശേഷം കൊടിമരം ദേശക്കാരാണ് ഉയർത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, അംഗം അഡ്വക്കേറ്റ് കെ പി അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. പൂരത്തോടനുബന്ധിച്ച് ആറാട്ടുപുഴ മന്ദാരക്കടവിന്റെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. പുഴയിൽ അടിഞ്ഞുകൂടിയ മൺകൂനകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തള്ളി നീക്കിയാണ് വൃത്തിയാക്കുന്നത്. ഇത്തരത്തിൽ 150ഓളം മീറ്റർ നീളത്തിലാണ് മണ്ണ് നീക്കുന്നത്. തേവർക്കും ഭഗവതിമാർക്കും മന്ദാരം കടവിലാണ് ആറാട്ട് നടക്കുന്നത്. തേവർക്കും ഊരകത്തമ്മ തിരുവടിക്കും ചേർപ്പ് ഭഗവതിക്കും അന്തിക്കാട് ഭഗവതിക്കും മന്ദാരം കടവിൽ മണ്ഡപവും ഒരുക്കും. സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന PG ദീപകിന്റെ 11ാമത് രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണ സമ്മേളനവും തൃശൂരിൽ നടന്നു. RJD ജില്ലാ കമ്മിറ്റി നടത്തിയ അനുസ്മരണ യോഗം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. ദീപക് വധക്കേസിലെ സംഘപരിവാർ നേതാക്കളെ രക്ഷിക്കുവാനുള്ള പോലീസിന്റെ ശ്രമം ആദ്യം വിജയിച്ചുവെങ്കിലും ഹൈക്കോടതി കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിച്ചത് നീതിന്യായ ചരിത്രത്തിലെ അപൂർവ വിധിയായി കാണുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശീയ കൌൺസിൽ അംഗം അജി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഷോബിൻ തോമസ്, CM ഷാജി, ബിജു ആട്ടോ, ജീജ P രാഘവൻ, KT പ്രിൻസ്, അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി, CN വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തുന്നു. കയ്പമംഗലം 3 പീടിക, പെരിഞ്ഞനം, കൊറ്റംകുളം പടിഞ്ഞാറ്, കാളമുറി തുടങ്ങിയ മേഖലകളിലാണ് കാട്ടുപന്നികളുടെ സാന്നിധ്യം വർദ്ധിച്ചത്. ദേശീയപാതയിൽ 3 പീടിക ബൈപ്പാസ് റോഡിലെ വഴിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം റോഡിലിറങ്ങി. പലയിടത്തും പന്നിക്കൂട്ടം കൃഷിയിടങ്ങളിൽ നാശനഷ്ടം വരുത്തുന്നുണ്ട്. മാളയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുതിപ്പാല സ്വദേശി മേൽവീട്ടിൽ 19 വയസ്സുള്ള ശ്രീദേവാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പഠനത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പറയുന്നു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശികളായ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ഓട്ടോറിക്ഷ എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി സമീപത്തെ വീട്ടുമതിലിടിച്ച് മറിയുകയായിരുന്നു. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്. പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ വെളിയങ്കോട് മേൽപ്പാലത്തിന് മുകളിൽ ഭക്ഷ്യമാംസ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിത്തള്ളിയ നിലയിൽ കണ്ടെത്തി. രാത്രികാലങ്ങളിൽ മാലിന്യങ്ങളുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറുകിട കരാറുകാരോടുള്ള സർക്കാർ സമീപനം മാറ്റണമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. 2021 DSR നിരക്കിലാണ് ടെൻഡറുകൾ ചെയ്യുന്നത്. അശാസ്ത്രീയമായ മാർക്കറ്റ് നിരക്കുകൾ DSRന് മേൽ നടപ്പാക്കി കുറഞ്ഞ നിരക്കാണ് കരാറുകാർക്ക് നൽകുന്നതെന്നാണ് അസോസിയേഷന്റെ ആക്ഷേപം. പാറ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമല്ലാതാകുന്നതിന് കാരണം തലതിരിഞ്ഞ നടപടികളാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് ഇവ കൊണ്ടുവരുമ്പോൾ വില വർധനവുണ്ടാകുന്നു. ട്രഷറി നിയന്ത്രണം മൂലം കരാറുകാർ വലയുകയാണെന്നും അസോസിയേഷൻ ആരോപിച്ചു. ബിൽ സമർപ്പണ തീയതി മാർച്ച് 23 ചുരുക്കിയതും ഇതേസമയത്ത് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചതായി അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി KD ബിജു, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NP ഡേവിസ്, ചാലക്കുടി താലൂക്ക് പ്രസിഡന്റ് ഷാജി എന്നിവർ പറഞ്ഞു. ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിനോട് അടുത്തായിട്ട് ഗവൺമെൻറ് ഈ ബില്ലുകൾ സമർപ്പിക്കുന്ന തീയതി സാധാരണ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം മാർച്ച് 31 അത് ചുരുക്കി, പല കാരണങ്ങളുണ്ടായിരിക്കാം ഗവൺമെൻറ്റിന്, അത് ചുരുക്കി മാർച്ച് 23 ചുരുക്കി.
ഒപ്പം തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഈ എഞ്ചിനീയേഴ്സിനെ അതുപോലെ സ്റ്റാഫിനെയും LSD സ്റ്റാഫിനെയും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ദിവസങ്ങൾ കുറയുകയും ഒപ്പം തന്നെ ഈ ബില്ല് തയ്യാറാക്കേണ്ട ഉദ്യോഗസ്ഥർ മുഴുവൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തപ്പോൾ കരാറുകാർക്ക് ഒരുപാട് കടമ്പകൾ താണ്ടി വർക്ക് പൂർത്തീകരിച്ച് പൈസ കിട്ടേണ്ട ഒരു ഘട്ടം എത്തുന്ന ഇതിന് തൊട്ട് മുമ്പായിട്ട് അത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പം ഞങ്ങൾ നേരിടുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും ചേർന്ന് കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച നിയോജക മണ്ഡലം കൺവെൻഷൻ ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മരുന്ന് നിർമ്മാണ രംഗത്ത് 70% ഇന്ത്യ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ കേരളത്തിൽ ഒറ്റ വ്യവസായ സംരംഭങ്ങളില്ല. കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കാത്തതാണ് ഇതിന് കാരണം. 35 ലക്ഷത്തോളം വരുന്ന വിദേശ മലയാളികൾ പ്രവാസം മതിയാക്കി കേരളത്തിലെത്തിയാൽ പെട്ടിക്കട പോലും തുടങ്ങാൻ പറ്റില്ല. ഭരണവർഗ മുന്നണികൾ അവയെല്ലാം അടച്ചു പൊട്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന കൺവെൻഷനിൽ NDA നിയോജക മണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഭഗവത് ഖുബ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തം BJP ആണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂക്കര ചെറുകുളങ്ങര ക്ഷേത്രത്തിലെ വേലയാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജസ്റ്റിസ് KV ജയകുമാർ നിർവഹിച്ചു. യോഗത്തിൽ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി വിജയകുമാർ, ബിന്ദു ഹരിദാസ്, ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കിഴക്കുംപാട്ടുകര രാഗമാലികയുടെ ഭജൻസ് അരങ്ങേറി. കാഴ്ച പരിമിതിയുള്ളവർക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും കുരിശിന്റെ വഴിയിലെ ഓരോ സങ്കേതവും സ്വയം അനുഭവിച്ച് തൊട്ടറിയാൻ സാധിക്കുന്ന 30 ടാക്ടൈൽ ശില്പങ്ങൾ തൃശൂർ പുത്തൻപള്ളിയിൽ ഒരുക്കിയതായി ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിലെ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെയും പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസിന്റെയും സഹകരണത്തോടെയാണ് ശില്പങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മാസം 28-ന് പുത്തൻപള്ളിയിൽ വൈകിട്ട് 5-ന് തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. AI ഉപയോഗിച്ചാണ് ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബ്രെയിലി ലിപിയിലുള്ള കുറിപ്പുകളോടെയും QR കോഡ് ഉപയോഗിച്ചുള്ള ഓഡിയോ സംവിധാനത്തിലൂടെയും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കുരിശിന്റെ വഴിയുടെ സന്ദേശം കേൾക്കാൻ സാധിക്കുമെന്ന് ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ പറഞ്ഞു. പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസ് ചീഫ് ഡിസൈൻ ഓഫീസർ രശ്മി രവീന്ദ്രനാഥൻ, കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ KJ ജിനേഷ്, കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MI ഷൈനി, PRO ജോർജ് ചിറമ്മൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്ന കേസ് സ്വയം കെട്ടിച്ചമച്ചതാണെന്നും തങ്ങൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും കേസിലെ 1-ാം പ്രതി സിജോ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തന്നെയും തന്റെ ബിസിനസ് പാർട്ണർ റാഫേൽ എന്ന ആളെയും കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നും തനിക്ക് 4.85 കോടി രൂപയോളം തരാനുണ്ടെന്നും സിജോ പറഞ്ഞു. കേസിലെ മുഖ്യ തെളിവായി 2 വീഡിയോകളും ശബ്ദരേഖകളും തങ്ങളുടെ കയ്യിലുണ്ട്. കേസുമായി കോടതിയെ സമീപിച്ച് നിയമ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും കേസിലെ 1-ാം പ്രതിയായ സിജോയും കേസിലെ 7-ാം പ്രതി എഡ്വിനും വ്യക്തമാക്കി. നൈറ്റ് റൈഡേഴ്സ് 7 ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 1ാമത് സെവൻസ് ഫുട്ബോൾ മാമാങ്കം മുക്കാട്ടുകര ചാഴിപ്പാലം ആമ്പക്കാടൻ ഗ്രൌണ്ടിൽ ഈ മാസം 26, 27, 28 തീയതികളിൽ നടക്കും. മണ്ണുത്തി SI ഉണ്ണി ഉദ്ഘാടനം നിർവഹിക്കും. റെഡ് സ്റ്റാർ ഇളന്തുരുത്തി, FC മരത്താക്കര, സോക്കർ സിറ്റി തൃശൂർ, മതിലമ്മ ബോയ്സ് പുല്ലഴി, മാളൂസ് പൂങ്കുന്നം, മീനാക്ഷി ഹോട്ടൽ മുക്കാട്ടുകര, FC പുത്തൂർ, GFT വില്ലടം, വനിതാ ടീമുകളായ യൂണിക് FC പുത്തൂർ, FC കുട്ടനെല്ലൂർ തുടങ്ങി 10 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗമാണെന്നും 100-ലധികം സീറ്റുകൾ നേടി മുന്നണി അധികാരത്തിൽ വരുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വടക്കാഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ ക്ഷേമ പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന മഹാലക്ഷ്മി പദ്ധതിയും സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കലും ഇതിൽ പ്രധാനമാണ്. യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കുമെന്നും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. UDF മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA-മാരായ അനിലക്കര, TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ജനത ഒരു മോചനം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിൽ നിന്നും ഒരു മോചനം കേരള ജനത ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,445, പവന് 1,07,560. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത 200ഓളം ബാറുകളുടെ ലൈസൻസ് നീട്ടി നൽകിയതിൽ വൻ അഴിമതിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. BJP ജയിക്കാൻ പാടില്ലെന്ന ഡീലിന്റെ അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യമാണ് കേരളത്തിലുള്ളതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടോ എന്നും നേതാവ് പിണറായിയാണോ VD സതീശനാണോ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും MT രമേശ്. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്ത് ഡീൽ നടത്തുന്നതിന്റെ ഹോൾസെയിൽ ഡീലറാണ് VD സതീശൻ എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും A വിജയരാഘവൻ. മുടിക്കോട് രേഖകളില്ലാത്ത 62.50 ലക്ഷം രൂപയുമായി യുവാവ് പിടിയിലായി. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് ബസ് യാത്രികൻ പിടിയിലായത്. പുന്നിയൂർക്കുളം മണ്ടത്തോടിൽ 67 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന് രാജകീയ പ്രൗഢിയോടെ തുടക്കമായി. ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ച് തേവർ പടിഞ്ഞാറേ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.